മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയെക്കുറിച്ച് ഊമക്കത്തായി പ്രചരിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു പൗലോസ്. വിശദാംശം ചോർന്നതിൽ അന്വേഷണം വേണം എന്നാണ് കത്തിലെ ആവശ്യം. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ബൈജു പൗലോസ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു. അനന്തൻ, എങ്ങനെ ആ വിധി ന്യായത്തിലെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അതിലൊരു അന്വേഷണം ആവശ്യപ്പെടുകയാണ്. ആ കത്ത് വന്ന പോസ്റ്റ് ഓഫീസൊക്കെ പിന്നീട് കണ്ടെത്തിയിരുന്നു. ആര്യ, നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കിയതും അതിനൊപ്പം തന്നെ ജുഡീഷ്യറിയെ തന്നെ ചോദ്യമുനയിൽ നിർത്തിയതുമായ ഒരു സംഭവമാണ് ഈ ജഡ്ജ്മെൻറ്റിലെ വിശദാംശങ്ങൾ വിധി വരുന്നതിന് മുൻപ് തന്നെ ചോർന്നു എന്നുള്ളത്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ ബൈജു പൗലോസ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് കത്ത് നൽകി. ആ കത്തിലെ പ്രധാന ആവശ്യം ഈ ഉത്തരവിലെ വിശദാംശങ്ങൾ ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതീവ ഗൗരവത്തോടെ അന്വേഷണ സംഘവും പോലീസും ഈ സംഭവത്തെ കാണുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് 8-ാം തീയതിയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള നടിയെ ആക്രമിച്ച കേസിലെ വിധി പ്രസ്താവിച്ചത്. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കേസിൽ കുറ്റക്കാർ. 8-ാം പ്രതിയായ ദിലീപ് അടക്കം 4 പേർ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്ന പ്രധാനപ്പെട്ട വിധി അന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് വായിച്ചത്. നമ്മൾ ആ വിധി വന്നതിന് ശേഷമാണ് ഞെട്ടലോടെ മറ്റൊരു വാർത്ത കൂടി കേട്ടത്. ഈ വിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ പരാമർശങ്ങൾ, വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഊമക്കത്ത് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അടക്കമുള്ള ആൾക്കാർക്ക് ലഭിച്ചു എന്നുള്ളതായിരുന്നു. അത് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ കത്തിലെ ഭാഗം എന്ന് പറയുന്നത്, അതായത് ഈ 8-ാം തീയതിക്ക് ഒരാഴ്ച മുൻപാണ് ഈ കത്ത് ബന്ധപ്പെട്ടവർക്ക് കിട്ടിയത്. ആ കത്തിലെ പരാമർശം എന്ന് പറയുന്നത് ഈ നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രമാകും കുറ്റക്കാർ. 8-ാം പ്രതി ദിലീപ് അടക്കം 8-ാം പ്രതി ദിലീപ് അടക്കം 4 പ്രതികളെയും വെറുതെ വിടുന്ന ഉത്തരവാകും ഹണിയം വർഗീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന വിശദാംശം ഉൾക്കൊള്ളുന്ന ഒരു ഊമക്കത്തായിരുന്നു ഒരാഴ്ച മുമ്പ് ലഭിച്ചത് എന്നാണ് പുറത്തു വന്ന വാർത്ത. മാത്രമല്ല, ഈ ജഡ്ജ്മെന്റ് തയ്യാറാക്കിയ ശേഷം ദിലീപിന്റെ അടുത്ത സുഹൃത്തിനെ കാണിച്ചു, ഉറപ്പുവരുത്തി. അതിനുശേഷം മറ്റ് ചില ജഡ്ജിമാരും അതിന് പിന്തുണയായിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഊമക്കത്തിലുണ്ട്. അപ്പോൾ ആ കത്ത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നാണ് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് രേഖാമൂലം വിശദമായൊരു കത്താണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, അപ്പോൾ ഈ കത്ത് എങ്ങനെയാണ് ഈ കേസിലെ ഈ ജഡ്ജ്മെന്റിലെ പ്രധാനപ്പെട്ട വിധി വിശദാംശങ്ങൾ ഒരാഴ്ച മുൻപേ പുറത്തെത്തിയത് എന്നുള്ള കാര്യം ആശങ്കയോടെയും സംശയത്തോടെയുമാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്ത് ഗൗരവത്തിൽ തന്നെ പോലീസ് മേധാവി സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരു പക്ഷേ ഈ കത്ത് ചോർന്നത്, ഈ വിധിയിലെ വിശദാംശങ്ങൾ എങ്ങനെ ഊമക്കത്തായി പ്രചരിച്ചു എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് പോലീസ്